രേവതി ശ്രീകാന്തിനെ വിളിച്ചോണ്ടേ ഇരിക്കും. പക്ഷേ ശ്രീകാന്തിൻ്റെ ഫോൺ അപ്പോഴും സ്വിച്ച് ഓഫ് ആവട്ടും. അപ്പോൾ രേവതി ദേവുവിനോട് പറയും, ഇവനെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് എന്നെ അവിടെ കൊണ്ടുപോയതും ഇപ്പോഴുള്ള അവൻ്റെ ഈ കാണാതാവലൊക്കെ അവൻ പ്ലാൻ ചെയ്തത് തന്നെയാണ്. ഒക്കെ വിശ്വസിച്ച് അവൻ്റെ കൂടെ പോയാൽ ഞാൻ മണ്ടിയായി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ദേവു പറയും, ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ല ചേച്ചി, ഞാൻ കാരണം ചേച്ചിക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും ചീത്ത കേട്ടില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ദേവുവിനോട് ദേഷ്യപ്പെടാണ് രേവതി. എന്നിട്ട് പറയും, നീ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയേക്ക്, നിന്നെ കാണുകയെ വേണ്ട, നീ വീട്ടിൽ പോകുന്നുണ്ട് ദേവുവിനെ ഉന്തി തള്ളി വീട്ടിലേക്ക് വിടുകയാണ് കേട്ടോ. അങ്ങനെ രേവതി അങ്ങനെ നിൽക്കുന്ന സമയത്ത് SI ഇറങ്ങി പോവുകയാണ്. അപ്പോൾ സച്ചി എന്നിട്ട്, സാറേ എൻ്റെ അച്ഛനെ വിടണം, അതിന് പകരം എന്നെ വേണമെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ജയിലിൽ കിട്ടും, പക്ഷേ എൻ്റെ അച്ഛനെ വിട് എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയും, അവനും ആ പെൺകുട്ടിയും ഇവിടെ വന്നിട്ട് പറയാതെ നിൻ്റെ അച്ഛനെ ഇവിടെ നിന്ന് വിടുമെന്ന് തോന്നുന്നില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനൊരു കേസ് ഫയൽ ചെയ്യും, പിന്നെ നിൻ്റെ അച്ഛന് ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അങ്ങനെ അയാൾ പോവുകയാണ്. അതിന് ശേഷം ചന്ദ്ര വന്നിട്ട് സച്ചിയോട് പറയും, മോനെ നീ എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷിക്കടാ സച്ചി, എന്തെങ്കിലും ഒന്ന് ചെയ്യടാ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് രേവതി അവിടെ നിൽക്കുന്നത് ചന്ദ്ര കാണും. അപ്പോൾ ചന്ദ്ര നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, നിനക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നി, ഒന്നില്ലെങ്കിൽ നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് തരുന്നത് അയാളല്ലേ, അയാളോട് നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അമ്മേ ഞാനത്, നീ ഒരു അക്ഷരം മിണ്ടരുത് എന്നൊക്കെ പറയും. എന്നിട്ട് സച്ചിയോട് പറയും, എടാ ഞാൻ ഇവളെ പറ്റി പറയുമ്പോൾ നിനക്ക് ഭയങ്കര ഇതായിരുന്നല്ലോ, ഇപ്പം എന്താ നിനക്കൊന്നും പറയാനില്ലേ ചോദിക്കും. അപ്പോൾ സച്ചി രേവതിനെ കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട്, ഇനി എൻ്റെ കൺമുന്നിൽ നിന്നെ കാണരുത് എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ രാത്രിയായി. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.